ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും പിന്നെ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ ഒരു സാൻഡ്വിച്ചിലേക്ക് വെജിറ്റബിൾസും ചിക്കനും ചീസൊക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഫില്ലിങ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഒരു സ്ലൈസ് ബ്രെഡ് എടുക്കുക, അതിലേക്ക് ഇതുപോലെ സോസ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ വെജിറ്റബിൾസ് വളരെ തിന്നായിട്ടാണ് കേട്ടോ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ പച്ചക്ക് കഴിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ, അതേത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുക്കുംബർ, ക്യാരറ്റ്, ടൊമാറ്റോ, ഓണിയന്, പിന്നെ സ്പ്രിങ് ഓണിയനൊക്കെ ആണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം, ക്യാബേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അത് കുറച്ച് മല്ലിയില ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചാറ്റ് മസാല ഉണ്ട് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ വെജിറ്റബിൾസിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചാറ്റ് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് ഇതാ ചിക്കന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കന് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ചിക്കന് വെച്ച് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ചീസ് ഇതാ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് സവാള മാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു സ്ലൈസ് ബ്രെഡ് എടുത്ത് കുറച്ചും കൂടി സോസ് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്കൊരു പാനിലിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നെയ്യോ ബട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ആക്കിയാലും മതി. എന്നിട്ട് നമ്മൾ ഇതാ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ. എന്നാലേ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ചീസൊക്കെ മെൽറ്റ് ചെയ്തിട്ട് ഈ രണ്ട് ബ്രെഡും കൂടി ജോയിൻ്റ് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കുക. ഇപ്പം തന്നെ ഇത് ജോയിൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ പാനിൽ 2 or 3 ഒക്കെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1 മാത്രമാണ് ഇട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവരും അങ്ങനെ കഴിച്ചോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.